ഇന്നാണെങ്കിൽ ഇവിടെ കാനഡിയൻ ഡേ ആയതുകൊണ്ട് മറ്റേ ഫയർ വർക്ക്സ് കാണാൻ പോവാം. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ ഇവിടെ പാർക്കിംഗ് നമ്മൾ ഇച്ചിരി ദൂരെയായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തു, എന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഫയർ വർക്ക്സ് ഒന്ന് കാണാം. ഫയർ വർക്ക്സും വേറെ എന്തൊക്കെ ലൈവ് ഷോസും വേറെ എന്തൊക്കെ പരിപാടീസ് ഉണ്ട്. അവിടെ പോയി നോക്കാം. കണ്ടോ, ഇവിടെ സ്കേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. സ്കേറ്റ് ബോർഡ് വെച്ചിട്ടും സൈക്ലിങ്ങിൻ്റെ അതൊക്കെ ഇച്ചിരി നല്ലതാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. നൈറ്റ് ആവാൻ വേണ്ടി ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. മുന്നേ ആൾക്കാർ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട് ചുമ്മാതെ. ഞാനിപ്പോൾ ഇവിടെ സീറ്റൊന്ന് പിടിച്ച് ഈ സീറ്റിലുണ്ടെങ്കിൽ കാണാമല്ലോ ഫയർ വർക്ക്സ്. ബാക്കി എല്ലായിടത്തും എല്ലാ ആൾക്കാർ ഓൾറെഡി വന്നിട്ട് നേരത്തെ വന്ന് സീറ്റ് പിടിച്ചു. ഇവിടെ രാത്രിയാവാൻ ഇച്ചിരി ലേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ ബോട്ടുകളൊക്കെ ലൈനായി തുടങ്ങി ഫയർ വർക്ക്സിന് വേണ്ടി. ചിലവർ പ്രൈവറ്റായിട്ട് അവരുടെ ബോട്ടിൽ നിന്ന് തന്നെ ഫയർ വർക്ക്സ് വിടും. നമുക്ക് മേലെ നിന്നും കാണാം. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ച് ഫയർ വർക്ക്സ് സ്റ്റാർട്ടായി തുടങ്ങുമ്പോഴത്തേക്കും ദൂരോട്ട് പോയിട്ട് അവിടെ ഒരു ഹില്ല് പോലുണ്ട്, അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. സാമ്പിൾ വെടിക്കെട്ടുകളൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 9:45 കഴിഞ്ഞു രാത്രി. 10 മണിയൊക്കെ ആവും ഒന്ന് ഇരുട്ടി തുടങ്ങണമെങ്കിൽ. അല്ലാണ്ട് സന്ധ്യയായി തുടങ്ങി. നാട്ടിലെ പോലെ ഒരു 6 മണിയൊന്നും അല്ല ഇപ്പോൾ. ഇവിടെ സമ്മർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ എല്ലാവരും എഴുന്നേറ്റൊക്കെ തുടങ്ങി എന്ന് കാണാൻ വേണ്ടിയില്ല. ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കും പടക്കം പൊട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റിടത്തോട്ടൊന്നും പോകാം. ഇതാ ഞാൻ പറഞ്ഞത് മറ്റേ സ്ഥലം. ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലം. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി ചെറുതായിട്ട്. അത് കഴിഞ്ഞ് സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട് കുറേ ലേറ്റായി. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10:30 ആയി.
ഫുള്ള് ബഗ്ഗാണ് ഗൈസ്. നോക്കുന്നുണ്ടോ, ബഗ്ഗുകൾ ഇരിക്കുന്നുണ്ടോ? വണ്ടി നിറയെ ബഗ്ഗായിരിക്കുക. അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനും എടുക്കാനും ഒക്കെ ഓടി വരുമായിരുന്നു. അതാ മെയിൻ പ്രശ്നം. അല്ലാതെ അടിപൊളി ദിവസം, പടക്കമൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സ്കൈ മൊത്തം ഇങ്ങനെ ഫുള്ള് ഫയർ വർക്സും എല്ലാ പരിപാടിയായിരുന്നു. അടിപൊളി.